വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ സമീപകാലത്ത് അല്ലെങ്കിൽ എൻ്റെ ഓർമ്മയിൽ ഞാൻ പങ്കെടുത്ത പരിപാടികളിൽ ഒരു സ്വാഗത പ്രാസംഗികനും അധ്യക്ഷനും ഇത്രയും വെല്ലുവിളി ഉയർത്തിയ മറ്റ് 2 പ്രസംഗങ്ങൾ ഞാൻ കേട്ടിട്ടില്ല. സ്വാഗത പ്രാസംഗികൻ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചു. എന്നെയും എൻ്റെ ബഹുമാന്യനായ സ്നേഹിതൻ അഹമ്മദ് ദേവർകോലിനെ കുറിച്ചും നല്ല വാക്കുകൾ പറഞ്ഞു എന്നുള്ളതല്ല, അദ്ദേഹം ഒരു ഫ്രെയിം വരച്ചിട്ടു. എന്നിട്ട് പറഞ്ഞു ഇതിൻ്റെ അകത്ത് നിന്നാൽ മതി എന്നുള്ളത്. കറക്റ്റാണ്, കാട് കയറി പോരുത് എന്നൊന്നും പറഞ്ഞില്ല. പക്ഷേ വാക്കുകളുടെ വരികൾക്കിടയിൽ കൂടി ഈ സെമിനാറിൽ സംസാരിക്കേണ്ട വിഷയത്തിൻ്റെ ഒരു വട്ടം വരച്ചിട്ട് അതിൻ്റെ അകത്തുനിന്ന് അപ്പുറത്തോട്ട് പോകരുത്. കറക്റ്റായിട്ട് അധ്യക്ഷൻ എന്നെ കുറച്ചുകൂടി ഞെട്ടിച്ചു. അദ്ദേഹം ലാൻഡ് സ്ലൈഡിനെ കുറിച്ചൊരു സയൻറ്റിഫിക് എക്സ്പേർട്ട് സംസാരിക്കുന്നത് പോലെയാണ് സംസാരിച്ചത്. ഞാനിപ്പോൾ എന്ത് പറയുമെന്നുള്ളതാണ് എൻ്റെ വെല്ലുവിളി. വളരെ ഗൗരവതരമായ ഈ വിഷയം ചർച്ചയ്ക്കെടുത്തതിന് ഞാൻ ചേംബറിനെ ആദ്യമായി പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഇതിൽ കേരളത്തിൽ ഏറ്റവും സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ ഒരു കാര്യം ആമുഖമായി പറയാൻ ആഗ്രഹിക്കണം. നമ്മുടെ സംസ്ഥാനം അടക്കമുള്ള വെസ്റ്റേൺ കോസ്റ്റ്, പശ്ചിമ തീരം അപകടത്തിലാണ്. വി ആർ ഇൻ എ വൾണറബിൾ പൊസിഷൻ. അപകടകരമായ സ്ഥിതിയിലാണ് നാം നിൽക്കുന്നത്. ആ യാഥാർത്ഥ്യം നമ്മൾ അറിയാതെ പോകുന്നതോ കണ്ടില്ലെന്നോ നടിക്കുന്നതോ ആണ് ഈ ദുരന്തങ്ങൾക്കെല്ലാം നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നത്. നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട്, ബംഗാളിൽ വെള്ളപ്പൊക്കം, ആന്ധ്രയിൽ വെള്ളപ്പൊക്കം, ഒറീസയിൽ ചുഴലിക്കാറ്റ്, ആയിരക്കണക്കിന് ആളുകൾ മരണത്തിൻ്റെ നമ്പറൊന്നും അന്നത്തെ കാലത്തൊക്കെ തെറ്റാണ് വരുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കും. ജനങ്ങൾ അവിടെ നിന്ന് ജീവിക്കാൻ നിവർത്തിയില്ലാതെ പലായനം ചെയ്യും. നൊമാഡ്സുകളെ പോലെ വന്ന് നമ്മുടെ ചെറുപ്പത്തിൽ അവർ വന്ന് നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ വന്ന് താമസിക്കും, ഭിക്ഷയാചിക്കും, അല്ലേ? കഷ്ടപ്പാടുകളുടെ ദുരന്തത്തിൻ്റെ പലായനങ്ങളുടെ കഥകളാണ്. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചിരുന്നത്? ബേ ഓഫ് ബംഗാൾ വളരെ ടർബുലൻ്റ് ആയിരുന്നു. അപ്രതീക്ഷിതമായ തരത്തിൽ വെള്ളപ്പൊക്കവും പ്രശ്നങ്ങളും ചുഴലിക്കൊടുങ്കാറ്റും എപ്പോഴും ഉണ്ടാകും. ഇവിടെ സ്വാഗത പ്രാസംഗികൻ പരാമർശിച്ച ഇന്റർ ഗവൺമെൻറ് പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് വലിയ റിപ്പോർട്ടാണ്. ലോകത്തിലെ പാരിസ്ഥിതികമായ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടുണ്ടാകുന്ന വ്യത്യാസങ്ങൾ ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നടത്തിയ ഏറ്റവും എക്സ്പേർട്ടുകൾ നടത്തിയ റിപ്പോർട്ടാണ്, ഒഫീഷ്യൽ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടും ആ റിപ്പോർട്ടിൻ്റെ മീതെയുള്ള നാസ അനാലിസിസ് ഉണ്ട്. നാസ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ അനാലിസിസ് ഉണ്ട്. ഞാനിത് വായിക്കാനിടയായപ്പോഴാണ് 2021 ഞങ്ങൾ അസംബ്ലിയിൽ കൊണ്ടുവന്ന് സി വിശ്വനാഥിനെ കൊണ്ട് അവതരിപ്പിച്ച് ഞങ്ങളെല്ലാവരും സംസാരിച്ചത്. അന്ന് ഞങ്ങൾ അഡ്ജേൺമെൻറ്റ് മോഷനായിട്ടാണ് കൊണ്ടുവന്നത്. സത്യം പറഞ്ഞാൽ ഒരുപാട് പേര് പരിഹസിച്ചു. IPCC റിപ്പോർട്ട് കേരളത്തിൻ്റെ നിയമസഭയിൽ ചർച്ച ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചു, പരിഹസിച്ചു. ഒരുപാട് പരിഹാസത്തിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്ത് നിന്നു. കാരണം എന്താണ്? അദ്ദേഹം പറഞ്ഞതുപോലെ ഈ പടിഞ്ഞാറൻ തീരം മുഴുവൻ അപകടത്തിലാണ്. ഗുജറാത്ത് വരെ, കന്യാകുമാരി മുതൽ ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള ഗുജറാത്ത്, മഹാരാഷ്ട്ര, കൊച്ചി, മുംബൈ സിറ്റികൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ മുഴുവൻ അപകടത്തിലാണ്. അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ കൊച്ചിയും മുംബൈയും വെള്ളത്തിനടിയിലാകുമെന്നാണ് പറയുന്നത്. ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ്. അപ്പോൾ എന്താണ്? ബേ ഓഫ് ബംഗാളിൽ ഉണ്ടായിരുന്ന കുഴപ്പം മുഴുവൻ അറേബ്യൻ സീയിലേക്ക് മാറിയിരിക്കും. അറബിക്കടൽ ഏത് സമയത്തും പ്രക്ഷുബ്ധമാകാം, ടർബുലൻ്റാണ്. നമ്മുടെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരുടെ ചെറുപ്പത്തിൽ പോലും കേൾക്കാത്ത വാക്കുകളാണ്, അല്ലേ? സ്ഥിരമായി ന്യൂനമർദ്ദം എന്നുള്ള വാക്ക് കേൾക്കുന്നു. എക്സ്ട്രീം ഹെവി റെയിൻ, ക്ലൗഡ് ബേഴ്സ്, മേഘവിസ്ഫോടനം, ചക്രവാത ചുഴി, കള്ളക്കടൽ പ്രതിഭാസം, നിരന്തരമായ റെഡ് അലേർട്ട്, ഗ്രീൻ അലേർട്ട്, യെല്ലോ അലേർട്ട്. എത്ര നാളായി ഇത് വന്നു തുടങ്ങിയിട്ട്? നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ പഠിക്കുന്ന കാലത്തെങ്ങാൻ നമ്മൾ കേട്ടിട്ടുണ്ടോ? അപകടകരമായ നിലയിലേക്ക് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ, അവർ ഇന്നാൾ ഒരാളൊരു മത്സ്യത്തൊഴിലാളി എന്നോട് ചോദിച്ചു, അതെ മണ്ണെണ്ണയ്ക്ക് 40 രൂപ ഉണ്ടായിരുന്നപ്പോഴാണ് നിങ്ങളുടെ ഗവൺമെൻറ് കാലത്ത് 25 രൂപ സബ്സിഡിയാണ്. ഇപ്പം 120 തൊട്ട് 140 വരെ, സബ്സിഡി 25 തന്നെ.
വട്ടിപ്പലിശക്കാരൻ്റെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ടാണ് മണ്ണെണ്ണ അടിച്ച് കടലിൽ പോകാൻ പോകുന്നത്. പോകാനെല്ലാം റെഡിയായിട്ട് വരുമ്പോഴേക്കും പറയും മുന്നറിയിപ്പ് വരും, പോകരുത്. ഒരു 100 ദിവസം പോലും മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയുന്നില്ല. സർക്കാർ കൊടുക്കുന്ന മുന്നറിയിപ്പ് കറക്റ്റാണ്, പോയാൽ അപകടത്തിൽ പറ്റും, സർക്കാരിന് മുന്നറിയിപ്പ് കൊടുക്കാൻ വിടും. അപ്പം മത്സ്യത്തൊഴിൽ സാധാരണക്കാരനെ വരെ അത് ബാധിക്കണമല്ലോ, ജീവിതത്തെ വരെ ബാധിക്കുകയാണ്. കടലിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പറ്റില്ല, മുന്നറിയിപ്പ് നൽകുകയാണ്. ഒരുപാട് കാര്യങ്ങൾക്ക് ഈ മുന്നറിയിപ്പ് നൽകുകയാണ്. അന്ന് ഞങ്ങൾ ഈ വിഷയം സംസാരിച്ചപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഈ ക്ലൗഡ് ബേസ്റ്റ് ഉണ്ടാകുന്ന സമയത്ത്, അതിതീവ്ര മഴയുണ്ടാകുന്ന സമയത്ത് നമുക്ക് അറിയാലോ നമ്മുടെ ഭൂപ്രകൃതിയുടെ പ്രത്യേകതകൾ. പടിഞ്ഞാറ്, കിഴക്ക്, പശ്ചിമഘട്ട മലനിരകൾ, വെസ്റ്റേൺ ഗാട്സ് നമ്മളെ സംരക്ഷിക്കുകയാണ്. അവിടെ നിന്നൊരു സ്ലോപ്പാണ് ഇടനാടുകൾ, പിന്നെ കടലാണ്, പടിഞ്ഞാറ് കടലാണ്. നമ്മുടെ 44 നദികളിൽ 41 നദികൾ ഒഴുകി വരുന്നത് അവിടെ നിന്നാണ്. ആ വെള്ളം ഒഴുകി, മഴവെള്ളം അടക്കം ഒഴുകി, ഒരു സ്ലോപ്പിലൂടെ ഒഴുകി അത് കടലിൽ പതിക്കുകയാണ്. വെള്ളത്തിൻ്റെ സ്വാഭാവികമായ ഒഴുക്കാണ്. ആ ഒഴുക്കിനെ, നദിയുടെ ഒഴുക്കിനെയൊക്കെ മനുഷ്യൻ്റെ കാലങ്ങളായിട്ടുള്ള മനുഷ്യൻ്റെ ചരിത്രം മുതലുള്ളതാണ്. മനുഷ്യൻ്റെ ഇൻ്റർവെൻഷൻ, പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഇടപെടലുകൾ കൊണ്ട് ഉണ്ടായ ധാരാളം മാറ്റങ്ങൾ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അന്ന് പറഞ്ഞു, അപ്പോൾ സയൻസും വളർന്നു ഇതിനനുസരിച്ച്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? പ്രോണി, ഇപ്പം ലാൻഡ് സ്ലൈഡിൻ്റെ ഉദാഹരണം, ലാൻഡ് സ്ലൈഡ് മാത്രമല്ല, വെള്ളപ്പൊക്ക സാധ്യത, ചുഴലിക്കൊടുങ്കാറ്റിൻ്റെ സാധ്യത, അതിശക്തമായ കാറ്റിൻ്റെ സാധ്യത, അതിതീവ്ര മഴ, ഇതെല്ലാം മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിലൊന്ന് മാത്രമാണ് ലാൻഡ് സ്ലൈഡ്. അപ്പം ലാൻഡ് സ്ലൈഡ് ഉൾപ്പെടെയുള്ള, വെള്ളപ്പൊക്കം ഉൾപ്പെടെയുള്ള, ചുഴലിക്കൊടുങ്കാറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഒരു വാർണിംഗ് സിസ്റ്റം ഉണ്ടാവണം. ആ വാർണിംഗ് സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവാക്വേഷൻ പ്ലാൻ ഉണ്ടാവണം, ആളുകളെ മാറ്റി പ്രാപിക്കാൻ. നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാം, എന്നെ ഞെട്ടിച്ചൊരു സംഭവം. 1978 തോന്നുന്നു ഒറീസയിൽ ചുഴലിക്കൊടുങ്കാറ്റുണ്ടായി. മരിച്ചത് 1.5 ലക്ഷം പേരാണ്. 1.5 ഒന്നും ആയിരിക്കില്ല, ഒരു 5 ലക്ഷം പേര് മരിച്ചതാണ്. ഏറ്റവും പാവപ്പെട്ട സ്റ്റേറ്റാണ്. ഞാൻ ഒറീസ മുഴുവൻ സഞ്ചരിച്ചിട്ടുള്ള പാവപ്പെട്ട സ്റ്റേറ്റാണ്. പക്ഷെ ഒരു 3-4 കൊല്ലം മുമ്പ് അതിനേക്കാൾ ശക്തമായ ഒരു ചുഴലിക്കൊടുങ്കാറ്റ് ഒറീസയിലുണ്ടായി. മരിച്ചത് എത്രയെന്നറിയോ? 2 പേര്. എന്താ കാര്യം? ഒറീസ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനം, അവരുടെ വാർണിംഗ് സിസ്റ്റവും അവരുടെ ഇവാക്വേഷൻ പ്ലാനും അതിൻ്റെ സയൻറ്റിഫിക് മെത്തേഡ്സും ഇംപ്രൂവ് ചെയ്തു. ആന്ധ്ര, ബംഗാൾ എല്ലാവരും ഇംപ്രൂവ് ചെയ്തു, മാറ്റം ഉണ്ടാക്കി. നമ്മളെല്ലാ കാര്യത്തിലും മുൻപന്തിയിലാണ് എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഞാൻ വെബ്സൈറ്റ് നോക്കി, വയനാട്ടിലേക്ക് പോകുമ്പോഴാണ് ഈ പ്രശ്നമുണ്ടായി. വയനാട്ടിലേക്ക് പോകുമ്പോഴാണ് അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ എന്താണ്, വയനാടിൻ്റെ ലോക്കൽ പ്ലാൻ എന്താണ്. നമ്മളവിടെ ചെന്നിട്ട് ചില കാര്യങ്ങൾ ചെയ്യണ്ടേ, അപ്പോഴല്ലേ നമ്മളത് ശ്രദ്ധിക്കുകയുള്ളൂ. വയനാടിൻ്റെ നോക്കില്ലല്ലോ, നമ്മൾ പെരിയാറിൻ്റെ നോക്കി. ഞാൻ നോക്കിയപ്പോൾ വെബ്സൈറ്റിൽ കിടക്കുന്നത് 2016 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാനാണ് കിടക്കുന്നത്. 2016 ശേഷം കേരളത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. 8 കൊല്ലത്തിനിടയിൽ ഡിസാസ്റ്ററിൻ്റെ നേച്ചർ മാറി, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ നേച്ചർ മാറി. ലോകത്തിൽ എന്തുമാത്രം സാങ്കേതിക വിദ്യകൾ വന്നു, നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ അറിഞ്ഞിട്ടില്ല, അത്രയും ഗൗരവമായിട്ട് എടുത്തിട്ടില്ല. അന്ന് ഞങ്ങൾ പറഞ്ഞു ലാൻഡ് സ്ലൈഡ് ഏരിയ, പ്രോൺ ഏരിയ മാപ്പിംഗ് നടത്തണം. പ്രോൺ ഏരിയ, ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. 2018 വെള്ളപ്പൊക്കം ഉണ്ടായി എൻ്റെ നാട്ടിൽ, മുഴുവൻ വെള്ളത്തിലായി. 2000 വീടുകളാണ്. ഇപ്പോൾ ഇവിടെ 500 വീട് താഴെ തകർന്നത്. എൻ്റെ നിയോജക മണ്ഡലത്തിൽ മാത്രം 2000-ലധികം വീടുകൾ തകർന്നു. എൻ്റെ ക്യാമ്പിൽ മാത്രമേ 72,000 പേരുണ്ടായിരുന്നു മണ്ഡലത്തിൽ പുറത്ത് ഞാൻ 75,000 പേര്, 1.5 ലക്ഷം പേര് ക്യാമ്പുകളിലായിരുന്നു. ഇപ്പം ഉണ്ടായിരുന്നത് 8,000 പേരാണ്. 5 ദിവസം സർക്കാരിൻ്റെ ഒരു ചാക്ക് അരി പോലും ഇല്ലാതെ 5 ദിവസം തുടർച്ചയായി 72 പേരുടെ ക്യാമ്പ് നടത്തിയ പരിചയമാണ്. ഞാൻ അതുമായിട്ടാണ് വയനാട്ടിലേക്ക് പോയത്. ഞാൻ റീഹാബിലിറ്റേഷൻ പ്ലാൻ ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം ചെയ്തത്, ഇത് കഴിഞ്ഞിട്ട് എല്ലാ ബഹളമൊക്കെ ഒന്ന് ഒതുക്കി കഴിഞ്ഞപ്പോൾ ചെയ്തത്, ചാലക്കുടിയിലുള്ള റിവർ മാനേജ്മെൻറ്റിൽ എക്സ്പേർട്ടായിട്ടുള്ള ടീമിനെ കൊണ്ട് ഫ്ലഡ് ഏരിയ മാപ്പിംഗ് നടത്തി. ഇപ്പം അവിടെ ഒരു ഫ്ലഡ് ഏരിയ മാപ്പിംഗ് ഉണ്ട്. ഭൂതത്താൻകെട്ട് തുറന്നാൽ, എടമലയാറ് തുറന്നാൽ എവിടെയൊക്കെ വെള്ളം പൊങ്ങും അതെല്ലാം സോൺ മാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷോളയാറിൽ ഡാം തുറന്നാൽ ചാലക്കുടി പുഴയിൽ എപ്പോൾ വെള്ളം എത്തും, ചാലക്കുടി പുഴയിലെത്തുന്ന വെള്ളം എപ്പോൾ എൻ്റെ നിയോജക മണ്ഡലത്തിലെ പുത്തമ്പേലിക്കര പഞ്ചായത്തിലെത്തും അറിയാം. 2019 വന്ന് വെള്ളപ്പൊക്കം വന്നപ്പോൾ ഞങ്ങൾ ഈ ഫ്ലഡ് മാപ്പിംഗ് നടത്തിയ ഏരിയയിൽ നിന്ന് മുഴുവൻ ആളുകളെ മാറ്റി പാർപ്പിച്ചു.
വെളുപ്പാങ്കാലത്ത് 5 മണിക്ക് പോയിട്ടാണ് ഞാൻ പുത്തമേലിക്കര പഞ്ചായത്തിൽ ബാക്കി പഞ്ചായത്ത് മെമ്പർമാരും എല്ലാവരും ചേർന്നിട്ട് ഞങ്ങൾ ആളുകളെ മാറ്റി പാർപ്പിച്ചത്. അവരുടെ സാധനങ്ങൾ മുഴുവൻ എടുത്തു മാറ്റി. ഒരു നാശം ഉണ്ടായില്ല. വീട്ടിലേക്ക് വെള്ളം കയറി, ചെളിയൊക്കെ കയറി കുറേ പോയി. നമുക്ക് ചെയ്യാൻ പറ്റും. 2018 നമുക്കത് അറിയില്ല. അപ്പോൾ ലാൻഡ് സ്ലൈഡിൻ്റെ പ്രോൺ ഏരിയ മാപ്പിംഗ് നടത്തണം എന്ന് പറഞ്ഞാൽ അത് വളരെ നന്നായി ചെയ്യാൻ പറ്റും. ഇവിടെ പറഞ്ഞു ഇവിടുത്തെ പ്രശ്നം എന്താ, 1:50,000 ആണ് അല്ലേ? 5 സെന്റിമീറ്ററിലാണ്, 1 സെന്റിമീറ്ററിലാണ് 5 കിലോമീറ്റർ കാണുന്നത്. അപ്പോൾ പോയിന്റ് ചെയ്യാൻ പറ്റത്തില്ല, ഏരിയ പോയിന്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ വയനാട് നോക്കിയാൽ വയനാട് കംപ്ലീറ്റ് ചുമപ്പ് കാണും. വയനാട് ഏറ്റവും സീരിയസ് പ്രോൺ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതാണ് അദ്ദേഹം പറഞ്ഞത് 1:50,000 പറഞ്ഞത്. ഇത് പല കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാവുന്നത്. മനുഷ്യന്റെ ഇടപെടൽ കൊണ്ട് തന്നെ വനാവരണത്തിന് മാറ്റമുണ്ടായിട്ടുണ്ട്, വനത്തിലെ രീതികൾക്ക് മാറ്റമുണ്ടായിട്ടുണ്ട്. മണ്ണിലേക്ക് ജലം കിനിഞ്ഞിറങ്ങും. അപ്പോൾ ജലം കിനിഞ്ഞിറങ്ങുമ്പോൾ അതിന് പറയും സോയിൽ പെർമിയബിലിറ്റി എന്ന് പറയും. അതിൻ്റെ ശേഷിയാണ്, ആ മണ്ണിനത് താങ്ങാൻ പറ്റാവുന്ന ശേഷിയാണ്, മണ്ണിന് ഈ വെള്ളം ഇറങ്ങുന്നതിൻ്റെ കപ്പാസിറ്റിയാണ്. ഇതാണ് അദ്ദേഹം പറഞ്ഞില്ലേ ലാൻഡ് സ്ലൈഡ് സസെപ്റ്റിബിലിറ്റി. ഇതുമായിട്ട് ബന്ധപ്പെട്ട ടെക്നിക്കൽ ടേമാണ്. ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റി, അതായത് ജല സംവാഹശേഷി. ഈ മണ്ണിന് എത്രമാത്രം ജലത്തെ പിടിച്ചു നിർത്താൻ പറ്റും, അത് ഓർഗാനിക് മാറ്ററാണ്. ശരിക്കും പറയുന്നത് 1 ടൺ മണ്ണിൽ 6-8 കിലോഗ്രാം ജൈവ അംശം ഉണ്ടാവണമെന്നാണ്. ഇവിടുത്തെ കണക്ക് 600 ഗ്രാമേ ഉള്ളതാണ്. അപ്പോൾ ജലത്തെ പിടിച്ചു നിർത്താൻ, ജലത്തെ ഉൾക്കൊള്ളാൻ മണ്ണിൻ്റെ കപ്പാസിറ്റി കുറയുമ്പോഴാണ് മണ്ണ് ലൂസായി പോകും. മണ്ണിൻ്റെ മീതെയാണ് പാറ. വെള്ളം കിനിഞ്ഞിറങ്ങി കഴിയുമ്പോൾ മണ്ണ് ലൂസായി പോകുമ്പോൾ മണ്ണ് പോയി ഈ സാധനം മുഴുവൻ വീഴും. ഇങ്ങനെ പല ശാസ്ത്രം, നമ്മളത് എക്സ്പേർട്സ് പോകേണ്ട കാര്യമാണ്. നമ്മളിത് അന്വേഷിക്കുമ്പോൾ ഞാൻ അധ്യക്ഷൻ പറഞ്ഞുകൊണ്ട് മാത്രം ഈ ആ വാക്കുകൾ പറഞ്ഞ എക്സ്പേർട്ടുകൾ ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പം അത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് അതിൻ്റെ അതോറിറ്റി, കോമ്പിറ്റൻ്റ് അതോറിറ്റി. സ്റ്റേറ്റ് ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, സെൻട്രൽ ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, അവർ തമ്മിലൊരു ഏകോപനം വേണം. മെട്രിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, കാലാവസ്ഥാ വകുപ്പ് കേന്ദ്രത്തിൻ്റെ, കേരളത്തിൻ്റെ. ഇപ്പം കൊച്ചിൻ യൂണിവേഴ്സിറ്റി, ഞാൻ പല സ്ഥലത്തും പറഞ്ഞു, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ കാലാവസ്ഥാ വകുപ്പ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള കാലാവസ്ഥാ വകുപ്പാണ്. ഞാൻ എത്രയോ പ്രാവശ്യം നിയമസഭയിലും പുറത്തും പറഞ്ഞു, അവരുമായി ഗവൺമെൻറ് ലിങ്ക് ചെയ്യണം, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ലിങ്ക് ചെയ്യണം. കാരണം ഇതും അവർ കൊടുത്തിരുന്നു, നേരത്തെ കൊടുത്തിരുന്നു. ഈ സാധ്യതകളെല്ലാം ലിങ്ക് ചെയ്യത്തില്ല, ഇതുവരെ ചെയ്തിട്ടില്ല, ഒന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ലിങ്ക് ചെയ്യണം. അങ്ങനെ കാലാവസ്ഥാ വ്യതിയാന വകുപ്പ്, ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ഇവർ തമ്മിലൊരു ഏകോപനം വേണം. അപ്പോൾ നമ്മൾ റെയിൻ ഗേജുകൾ സ്ഥാപിക്കും, മണ്ണിൻ്റെ ഘടന നമ്മൾ പരിശോധിക്കും, ഇതിൻ്റെ റിപ്പോർട്ടുകൾ വരും. ഇതെല്ലാം ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി ചെയ്യാൻ പറ്റുന്ന കാലമാണ്. ഈ മണ്ണിൻ്റെ പരിശോധനയും മണ്ണിൻ്റെ ശക്തിയും അതിതീവ്ര മഴയ്ക്കുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പും ക്ലൗഡ് ബേഴ്സിനുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പും വെള്ളം എത്ര സെൻറ്റിമീറ്റർ പെയ്തു എന്നറിയുമ്പോൾ ഇതിനെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി സെക്കൻഡുകൾക്കകം ഡാറ്റ അനാലിസിസ് നടത്തി അപകടത്തിൻ്റെ റിപ്പോർട്ട് വരും, വാർണിംഗ് വരും. അതാണ് സിസ്റ്റം, അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിസ്റ്റം. അതാണ് വാർണിംഗ് സിസ്റ്റം വന്നാൽ ഇത് മാറണം, ആളെ മാറ്റണം. അവിടെ നിങ്ങൾ ഇത് 30-ാം തീയതി അല്ലേ സംഭവം നടന്നത്, 29-ാം തീയതി 2 ചാനലുകൾ, ഏഷ്യാനെറ്റും മനോരമയിലും ഞാൻ കണ്ടത്. 2-ലും സാധാരണക്കാരനായ ഒരു മനുഷ്യൻ കുട ചൂടി നിന്ന് പുഴയുടെ അരികിൽ നിന്ന് അവർക്കൊരു ഇത് കൊടുത്തു. എന്നിട്ട് ആൾ പറഞ്ഞെന്താണെന്നറിയാം, എന്തോ അപകടം മുകളിൽ നടന്നിട്ടുണ്ട്, മുകളിൽ പൊട്ടലുണ്ടായിട്ടുണ്ട്, അതിൻ്റെ അടയാളമാണ് ഈ കലങ്ങി വരുന്ന വെള്ളം, പിന്നെ ഒരു സ്മെല്ലുണ്ടെന്ന് പറഞ്ഞു. അതെന്താണ്? അതാണ് ഇൻഡിജിനസ് നോളജ് എന്ന് പറയും, പ്രാചീനമായ അറിവാണ്. എൻ്റെ മണ്ഡലത്തിൽ വെള്ളം പൊങ്ങിയപ്പോൾ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു നാളെ ഒഴിഞ്ഞു പോകുന്നു പറഞ്ഞു. അപ്പോൾ ആളുകളെ രക്ഷിക്കാൻ വന്ന മത്സ്യത്തൊഴിലാളികൾ എന്നോട് പറഞ്ഞു, സാറേ 4 ദിവസം, 4ാമത്തെ ദിവസം രാത്രി പോകും, അതുവരെ വെള്ളം ഉണ്ടാവും, സൂക്ഷിച്ചോന്ന് പറഞ്ഞു. ഞാൻ വിശ്വസിച്ചില്ല, ഞാൻ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞാണ് വിശ്വസിച്ചത്. ഞാൻ ചോദിച്ചു എന്താ കാര്യം എന്ന് ചോദിച്ചു. സാറേ ഇത് വാവാണ്, ഹൈറ്റൈഡിൻ്റെ സമയമാണ്, കടൽ ഹൈറ്റൈഡ് എന്നുള്ള വാക്കൊന്നും അവർ പറഞ്ഞില്ല, പക്ഷെ നമുക്കറിയാം വാവിൻ്റെ സമയത്ത് ഹൈറ്റൈഡാണെന്ന്. താങ്കൾ പറഞ്ഞത് കറക്റ്റാണ്, അതൊന്നും പറഞ്ഞില്ല. ഏറ്റമാണ്, ഏറ്റത്തിൻ്റെ സമയം, കടൽ വെള്ളം എടുക്കില്ല സാറേ,
4 ദിവസം കഴിയുമ്പോൾ കടൽ വെള്ളം എടുക്കും, അപ്പോൾ ഒഴിഞ്ഞു പോകുന്നു. 4ാമത്തെ ദിവസം രാത്രിയാണ് വെള്ളം ഒഴിഞ്ഞത്. അവർ പറഞ്ഞായിരുന്നു കറക്റ്റ്. ഇൻഡിജിനസ് നോളജ്, പ്രാചീനമായ അറിവ്, ശാസ്ത്രീയമായ അറിവിനെ പ്രാചീനമായ അറിവുമായി കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ ഇത്തരം പ്രതിസന്ധികളെ നമ്മൾ നേരിടുന്നത്. ആ മനുഷ്യൻ എന്ന് പറയും, ആ മനുഷ്യനെ കണ്ടുകിട്ടിയിട്ടില്ല എന്നാണ്. ഞാൻ അന്വേഷിച്ചു, ആ മനുഷ്യൻ ഇതുവരെ കണ്ടുകിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപകടമുണ്ട്, ആളെ ഒഴിപ്പിക്കണം. അവിടുത്തെ വയനാട് ജില്ലാ പഞ്ചായത്തും ലോക്കൽ പഞ്ചായത്തും കൂടി കുറേ ആളുകളെ അവരുടെ കപ്പാസിറ്റിയിൽ ഒഴിപ്പിച്ചു, അത്രയേ ഉള്ളൂ. മുഴുവൻ ആളുകളെ ഒഴിപ്പിച്ചില്ല. ആ അതാണ് ഞാൻ പറയുന്നത്. ഞാൻ അതിലേക്കല്ല പോകുന്നത്. നമുക്ക് ഈ സംവിധാനങ്ങൾ ലോകത്ത് അവൈലബിൾ ആണ്. അതിനെ നമുക്ക് കൊണ്ടുവരാതിരിക്കാൻ പറ്റില്ല. കേരളത്തിന് ഇനി അത് കൊണ്ടുവരാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ പ്രയോറിറ്റിയാണ് നമ്മുടെ മുൻഗണന. ഞാൻ ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് 2 ആഴ്ച മുമ്പല്ല അസംബ്ലി തീർന്ന എൻ്റെ സ്നേഹിതനോട് ഇരിക്കുന്ന എൻ്റെ MLA, ഞാൻ നിയമസഭയിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ ക്ലൈമറ്റ് ചേഞ്ചിനെ നിങ്ങൾ ഗൗരവമായി എടുക്കുന്നില്ല. ക്ലൈമറ്റ് ചേഞ്ചിനെ അഡ്രസ്സ് ചെയ്യാതെ പോകരുത്. ഇനി നിങ്ങൾ വികസന പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ, ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റുകൾ ആവിഷ്കരിക്കുമ്പോൾ അതിൻ്റെ മേജർ കമ്പോണൻറ്റ് ക്ലൈമറ്റ് ചേഞ്ച് ആയിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ അപകടത്തിലെത്തും. 3 ആഴ്ച മുമ്പ് ഇറ്റ്സ് ഓൺ റെക്കോർഡ് പ്രസംഗത്തിലുണ്ട്. കാരണം നമ്മുടെ ഇൻഡ്യൂഷനാണ്, നമ്മളിത് ശ്രദ്ധിക്കുകയാണ്, നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംഭവങ്ങൾ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പറഞ്ഞല്ലോ കവളപ്പാറയിലുണ്ടായി, പെട്ടിമലയിലുണ്ടായി, പുത്തുമലയിലുണ്ടായി, എല്ലാ സ്ഥലത്തും ഉണ്ടായി. ഇപ്പോൾ വയനാട്ടിലുണ്ടായി. നമ്മളെല്ലാവരും പോയി അവിടെ നിന്നൊക്കെ റീഹാബിലിറ്റേഷൻ, ബഹളം, വീട് വെപ്പ്, എല്ലാ കാര്യവും. കുറച്ച് കഴിയുമ്പോൾ അതും മറന്നു പോവും, അതും പൂർത്തിയാക്കില്ല, വേറെ വഴിക്ക് പോവും. വേറൊന്നുമില്ല, അടുത്ത സ്ഥലത്തേക്കുള്ള ദുരന്തത്തിന് വേണ്ടി കാത്തിരിക്കുക. അങ്ങനെ പറ്റുമോ? ഇനിയൊരു ദുരന്തം ഉണ്ടാകാൻ ഒരു കാര്യം ക്ലിയറാണ്, പ്രകൃതിയെ നമുക്ക് തടുത്തു നിർത്താൻ പറ്റില്ല. അമേരിക്കയിൽ കത്രീന കൊടുങ്കാറ്റുണ്ടായി, അമേരിക്കയ്ക്ക് തടുത്തു നിർത്താൻ പറ്റുമോ? പറ്റിയില്ല. പക്ഷെ അമേരിക്കക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും, വളരെ കുറച്ച് ആളുകളെ മരിച്ചല്ലോ, 1-2 ആളുകളൊക്കെ മരിച്ചല്ലോ. മനസ്സിലായി? 2 കാര്യമാണ്. ഒന്ന്, മനുഷ്യ ജീവനും അവൻ്റെ സ്വത്തുക്കളും സംരക്ഷിക്കുക, ഇവാക്യുവേഷൻ പ്ലാൻ കൃത്യമായിട്ട് നടത്തുക. 2, ആഘാതത്തിൻ്റെ ലഘൂകരണം, മിറ്റിഗേഷൻ എന്ന് പറയും. മിറ്റിഗേഷൻ പ്ലാൻ ഉണ്ടാകണം, ലഘൂകരിക്കണം, ആഘാതം കുറയ്ക്കണം. അപ്പം നമ്മൾ എടുക്കുന്ന പ്രിപ്പയർനെസ് ആണ്, തയ്യാറെടുപ്പുകളാണ്. അതിന് മുൻകൂട്ടി നമ്മൾ ഇതിനെ നേരിടാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന തയ്യാറെടുപ്പുകളാണ് ഇതിനെ നേരിടുന്നത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞ കേരളിനെ പറ്റി പറഞ്ഞു. ഞാൻ കേരളയിൽ എതിർക്കാൻ കാര്യം എൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ട് വായിച്ചിട്ടാണ്. ഞങ്ങളൊരു ടീമിനെ, എക്സ്പേർട്സിനെ വെച്ച് പഠിപ്പിച്ചു. ഒരു ടീം പോയി പബ്ലിക് ഹിയറിംഗ് നടത്തി. ഞങ്ങൾ റെയിൽവേ എക്സ്പെർട്ടുകളുമായിട്ട് സംസാരിച്ചു, ഫിനാൻഷ്യൽ എക്സ്പെർട്ടുകളുമായി സംസാരിച്ചു, ജിയോളജിക്കൽ എക്സ്പെർട്ടുകളുമായിട്ട് സംസാരിച്ചു. കൺസോൾട്ടേറ്റ് ചെയ്ത് റിപ്പോർട്ട് കൊണ്ടുവന്നു. സ്ട്രോങ് ആയി പൊസിഷൻ എടുത്തു. ഇപ്പോഴും സ്ട്രോങ് ആയിട്ടുള്ള പൊസിഷനാണ്. നോ എന്നാണ് കേരളയിലോട്ട്. എന്തുകൊണ്ടാണ് പറഞ്ഞത്? ഇങ്ങനെയുള്ള സ്ലോപ്പായ കേരളത്തിലൂടെ 500 ചില്ലാൻ കിലോമീറ്ററാണ് കേരള. 300 കിലോമീറ്റർ എംബാങ്ക്മെൻ്റാണ്. 30 അടി ഉയരത്തിൽ ഭിത്തി കെട്ടിയിട്ടാണ്, വലിയ വീതിയിൽ ഭിത്തി പോലെ, മതിൽ പോലെ കെട്ടിയിട്ട് അതിൻ്റെ മീതെ കൂടിയാണ് പോകുന്നത്. ബാക്കിയുള്ള 200 മീറ്റർ 2 സൈഡിലും 10 അടി ഉയരത്തിലുള്ള മതിലാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ അപ്പുറത്തുള്ള ആളുകളുടെ സ്ഥിതി എന്തായിരിക്കും? വെള്ളം ഇങ്ങോട്ട് പോരും, ഇതിനെ തടുത്തു നിർത്തുക. അപ്പുറത്തുള്ള ആളുകളുടെ സ്ഥിതി ദയനീയമാണ്. വെള്ളം ഒഴുകി പോരണ്ടേ? പോരാൻ പറ്റില്ല. കേരളത്തിൻ്റെ ഭൂപ്രകൃതി അതാണ്. പിന്നെ മതിൽ കെട്ടിയ സ്ഥലത്ത് സേഫാണ്, കാരണം അവിടെ കൂടി ബോട്ട് ഓടിക്കാൻ പറ്റും. മഴ പെയ്ത ട്രെയിൻ ഓടില്ല. ഇതാണ് സ്ഥിതി. വളരെ സിമ്പിളാണ്. കേരളത്തിൽ അത് പറ്റത്തില്ല. ഇപ്പോൾ കോസ്റ്റൽ ഹൈവേ വന്നു. കോസ്റ്റൽ ഹൈവേ വന്നപ്പോഴും നമ്മൾ ഇതുപോലെ പഠനം നടത്തി. നമ്മളെ ഭൂമിക്കടിയിലെ സബ്സ്ട്രക്ചർ ഉണ്ടാവും, അറിയാല്ല, പ്ലാനേഴ്സിന് അറിയാല്ല. ആ സബ്സ്ട്രക്ചർ വെള്ളത്തിൻ്റെ സ്വാഭാവികമായ ഒഴുക്കിനെ എത്ര തടുത്തു നിർത്തും? ഈ 30 അടിയുള്ള എംബാങ്ക്മെന്റ് വേണമെങ്കിൽ അതിൻ്റെ അടിയിലേക്ക് എത്ര വേണം? അതിൻ്റെ അടിയിലേക്ക്, ഭൂമിക്കടിയിലേക്കുള്ള അതിൻ്റെ ഫൗണ്ടേഷൻ എത്ര ആഴത്തിലാകണം? എത്ര ലെവലിൽ കോൺക്രീറ്റ് വേണം? എത്ര ബ്രിഡ്ജസ് വേണം? ആ ബ്രിഡ്ജസിൻ്റെ എല്ലാം ഭൂമിയിലേക്കുള്ള മനുഷ്യൻ്റെ ഇൻ്റർവെൻഷൻ. കേരളം എന്ന് പറയുന്നത് വളരെ കുറച്ച് സ്ഥലം മാത്രമുള്ള ഒരു സ്ഥലമാണ്. കിഴക്ക് ഫോറസ്റ്റ് ആക്ട്, നടുക്ക് പ്രിവെൻഷൻ ഓഫ് പാഡി ഫീൽഡ് ആക്ട്, അപ്പുറത്ത് CRS ഉണ്ട്. ആകെ മനുഷ്യന് കുറച്ച് സ്ഥലമുള്ളൂ. അതിൽ കൂടി ഇപ്പം തന്നെ ഇത് ഇനവിറ്റബിൾ ആണ് ഈ ഹൈവേ. ഞാൻ ഹൈവേക്ക് എതിരല്ല, ഈ ഹൈവേക്ക്. പക്ഷെ നിങ്ങൾ ആലോചിക്കും, ഈ ഹൈവേ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന, ഞാൻ എതിരാണെന്ന് പറയരുത് അവസാനം, ഈ ഹൈവേക്ക് ഞാൻ അനുകൂലമാണ്.
പക്ഷെ ഈ ഹൈവേ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന പാരിസ്ഥിതികമായ പ്രശ്നം എത്രയാണ് കേരളത്തിൽ. ഇപ്പം മഴ പെയ്തപ്പോൾ എത്ര സ്ഥലത്താണ് മുങ്ങിയത്? കാരണം അതങ്ങനെ പോവുള്ളൂ ആ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഈ കടലിനോട് തീരത്തോട് ഒരു 50 മീറ്റർ തൊട്ട് ഒരു 10 കിലോമീറ്റർ വരെ ദൂരത്തിലാണ് ഈ ഹൈവേ പോകുന്നത്. ചില സ്ഥലത്ത് 50 മീറ്ററേ ഉള്ളൂ. ഈ ഹൈവേക്കും ഈ കടലിനും തീരത്തിനും ഇടയിൽ വേറൊരു ഹൈവേ വേണം, കോസ്റ്റൽ ഹൈവേ. പിന്നെ നിങ്ങൾ ബിസിനസ്സുകാരല്ലേ, നിങ്ങളൊന്ന് അന്വേഷിക്കുക, സ്റ്റഡി നടത്തുക. ഈ ഹൈവേ വന്നപ്പോൾ പോലും എത്ര ബിസിനസ്സാണ് പൊളിഞ്ഞ്. ഇതിൻ്റെ സൈഡ് ഞാനിങ്ങനെ നോക്കും. നമ്മൾ കൊച്ചിലോട്ട് യാത്ര ചെയ്യണല്ലേ, ഞങ്ങളൊക്കെ വിദ്യാർത്ഥി കാലത്ത് യാത്ര ചെയ്യുന്നതാണ്. എത്രമാത്രം കടകൾ, എത്രമാത്രം സ്ഥാപനങ്ങൾ. ഈ ഹൈവേ വന്നപ്പോൾ അത് നാച്ചുറലാണ്. ഒരു ഡെവലപ്മെന്റ് വന്നതിൻ്റെ ഡെവലപ്മെന്റ് വിക്ടിംസ് എന്ന് പറയും നമ്മൾ. ഡെവലപ്മെന്റിന്റെ ഇരകളാണ്. എത്ര പേരുടെ ബിസിനസ്സാണ് പോയത് നമ്മളറിയാമോ? എണ്ണമുണ്ടോ? ആർക്കെങ്കിലും കണക്കുണ്ടോ? ഒരു ഡാറ്റ ഉണ്ടോ കേരളത്തിൽ? ഹൈവേയുടെ വന്നതുകൊണ്ട് എത്ര പേരുടെ ബിസിനസ് പോയി, എത്ര പേരുടെ ജോലി പോയി. സ്ഥലം എടുത്തൊക്കെ പോയി. സ്ഥലം എടുത്തപ്പോൾ പൈസ കിട്ടിയത് ആർക്കാ? ലാൻഡ് ലോഡിനാണ് പൈസ കിട്ടിയത്. അവിടെ കച്ചവടം നടത്തിയിരുന്ന അവൻ ജോയിൻ്റെയാണ് ആണല്ല, അവൻ്റെ ജീവിതം പോയി. അപ്പോൾ ഓരോ ഡെവലപ്മെന്റും ഇപ്പൊ വിഴിഞ്ഞം തുറമുഖം നല്ലതാണ്. പക്ഷെ തുറമുഖത്ത് 13,000 മീറ്റർ ഭിത്തി കെട്ടുവാണ്, സീ വാള് കെട്ടുവാണ് അല്ലേ. സീ വാള് കെട്ടിക്കഴിയുമ്പോൾ സീ വാള് കെട്ടാത്തൊരു പ്രദേശം ബാക്കി ഇങ്ങനെ നിൽക്കുക. സീ വാള് കെട്ടിയ സ്ഥലത്ത് ഓക്കെ, പക്ഷേ സീ വാള് കെട്ടാത്ത സ്ഥലത്ത് നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ 4 ഇരട്ടിയാണ് കടലാക്രമണം. എടുത്തു പോവാണ്, വീടുകൾ എടുത്തു പോവാണ്. അപ്പൊ എല്ലാ ഡെവലപ്മെന്റിനും ഇനിയുള്ള കാലത്ത് ഡെവലപ്മെന്റ് വിക്ടിംസ് ഉണ്ട്. 400 കുടുംബാംഗങ്ങൾ അവിടെ കിടക്കുമായിരുന്നു. വലിയ തുറയിലെ ഒരു സിമന്റ് ഗോഡൌണിൽ നമ്മൾ നിയമസഭയിലൊക്കെ കൊണ്ടുവന്നു വലിയ ബഹളം ഉണ്ടാക്കിയാണ്. ഇപ്പോൾ അവരുടെ റീഹാബിലിറ്റേഷൻ റെന്റഡ് ഹൗസിലേക്കൊക്കെ അവരെ മാറ്റി. 400 കുടുംബം അവിടെ കിടക്കുക. ഡെവലപ്മെന്റ് കാറ്റെടുത്തും കടലെടുത്തും പോവാ. ഞാൻ തീരപ്രദേശത്ത് പോയപ്പോൾ ഒരു കുട്ടി 2-3 കുട്ടികളിൽ നിന്ന് കളിക്കുകയാണ് ഒരു വീടിൻ്റെ അറ്റത്ത്. എനിക്കറിയാം അടുത്ത മൺസൂൺ വരുമ്പോൾ ആ കുട്ടികൾ കളിക്കുന്ന വീട് അവിടെ ഉണ്ടാവില്ല. ക്യാമ്പിൽ ചെന്നപ്പോൾ കുട്ടികൾ കളിക്കാനാണ്, അവർക്ക് തിരിച്ചു പോകാൻ പറ്റില്ല, അവിടെ വീടുമില്ല, സ്ഥലമില്ല. മനസ്സിലായില്ല? അപ്പോൾ ഇത് വ്യാപകമായി ഉണ്ടാകുകയാണ്. അപ്പോൾ ഒരു പുതിയ കാലമാണ്, വെല്ലുവിളിയാണ്. ആ വെല്ലുവിളിയെ മനുഷ്യൻ്റെ കരുത്തുകൊണ്ടും മനുഷ്യൻ്റെ അറിവ് കൊണ്ടും അതിനെ നേരിടണം. പിന്നെ ഇവിടെ പറഞ്ഞു ഇതാണ് ഒരു ഡിസാസ്റ്റർ റീഹാബിലിറ്റേഷൻ, പോസ്റ്റ് ഡിസാസ്റ്റർ റീഹാബിലിറ്റേഷൻ. നമ്മൾ കുറേ പേർക്ക് വീട് വെച്ച് കൊടുക്കും, കുറേ പേർക്ക് 4 ലക്ഷം രൂപ കൊടുക്കും, കുറേ പേർക്ക് 5 ലക്ഷം രൂപ കൊടുക്കും, കുറേ പേർക്ക് വീട് കൊടുക്കും. ഒന്നിപ്പോൾ ഇവ അവിടുത്തെ തീരുമാനിക്കേണ്ട ഒരു കാര്യം, അങ്ങോട്ട് വിടരുത്. അവരെ വീണ്ടും അങ്ങോട്ട് വീട് വെച്ച് കൊടുത്ത് ആ പ്രദേശത്തേക്ക് വിടരുത്. അപ്പോൾ നമുക്ക് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് സം അതർ പ്ലേസ്. നമുക്ക് വേറെ സ്ഥലങ്ങളാണ്. ഞാനൊരാശയം വെച്ചത്, ഞങ്ങൾ രാഹുൽ ഗാന്ധി 100 വീട് കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു ആശയം വെച്ചത് 10-15 ഏക്കർ സ്ഥലം ഞങ്ങൾ വാങ്ങിക്കാം. ഞങ്ങൾ വാങ്ങിച്ചിട്ട് ഒരു ടൗൺഷിപ്പ് ബിൽഡ് ചെയ്യാം, ഒരു കമ്മ്യൂണിറ്റി ലിവിങ്. ഈ മനുഷ്യരാരാ? അതിൽ കുഞ്ഞുങ്ങൾ മാത്രമുള്ള വീടുകളുണ്ട്, അനാഥരായവർ, മാതാപിതാക്കളും ഗ്രാൻഡ് പാരൻസും ബന്ധുക്കളും ഒക്കെ പോയവരുണ്ട്. ഇനി മക്കളും കൊച്ചുമക്കളും പോയവരുണ്ട്, പ്രായമായവർ. ഇനി ഒരു ജോലിക്ക് പോയി സമ്പാദിക്കാൻ പറ്റാത്തവരുണ്ട്. ഇനി വീട്ടിലെ ഏണിംഗ് മെമ്പർ നഷ്ടപ്പെട്ട ആളുകളുണ്ട്. വരുമാനം ഉണ്ടാക്കണ്ടേ? ഇപ്പോൾ വാടക വീട്ടിലേക്ക് പണിത് വിട്ട് അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാ? എങ്ങനെ ജീവിക്കണത്? ഇപ്പം റീഹാബിലിറ്റേഷൻ പ്ലാൻ എന്ന് പറയുന്നത് ഓരോ ഫാമിലിക്ക് നമുക്ക് ചെയ്യാം. 450 ഫാമിലികൾ, ഓരോ ഫാമിലിക്ക് ഒരു പാക്കേജാണ്. ഓരോന്നും പഠിച്ച് ഓരോരുത്തർക്ക്, ചിലപ്പോൾ ഒരാൾക്ക് ഒരു സ്വയം സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീം എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ട് വരുമ്പോൾ വേറൊരാൾക്ക് ചിലപ്പോൾ ജോലി കൊടുക്കേണ്ടി വരും. കൃഷി ചെയ്ത് അവിടെ ജീവിച്ചിരുന്ന ഒരാൾക്ക് പാട്ടത്തിൽ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓരോരുത്തർക്കും ഓരോ പാക്കേജ്. അവരെ ജീവിതത്തിലേക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസം. അപ്പം ഞങ്ങൾ ചെയ്തത് സർക്കാർ വീട് വെച്ച് കൊടുത്തു. അപ്പോൾ പല നിബന്ധനകളുണ്ടാവും, സർക്കാരിന് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ സർക്കാരിൻ്റെ നിബന്ധനകളിൽ വരാത്ത ഒരു 10-300 വീടുണ്ട്. ഞാൻ വെച്ചു കൊടുത്തു 300 വീട്. നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു 3000-ഓളം തയ്യൽ മെഷീനുകൾ നഷ്ടപ്പെട്ടു. അതിലൊരു 2000 തയ്യൽ മെഷീനിൽ 2000 സ്ത്രീകൾ ഈ തയ്യൽ മെഷീൻ കൊണ്ടാണ് ആ വീട്ടിൽ വരുമാനം ഉണ്ടാക്കിയിരുന്നത്, ആ വീടിൻ്റെ വരുമാനം. അപ്പം ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ 3000 പേർക്ക് തയ്യൽ മെഷീൻ നമ്മൾ കൊടുത്തു. ഓരോന്ന് അഡ്രസ്സ് ചെയ്യുന്നത്. അംഗൻവാടികൾ തകർന്നു, അംഗൻവാടികൾ മുഴുവൻ നന്നാക്കി കൊടുത്തു. അംഗൻവാടികളിലെ കുട്ടികൾക്ക് അപ്പോൾ ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു, ബെറ്റർ ദാൻ ദ ലാസ്.
നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ സൗകര്യം വരും. അപ്പോൾ ഈ ഒരു ട്രോമ ഉണ്ടാവും. ഈ എല്ലാ ഇതും ആളുകൾക്ക് ഓരോ ദുരന്തം ഉണ്ടാക്കും, മനസ്സിൽ വിഷമം ഉണ്ടാക്കും. അപ്പോൾ അവർ കുട്ടികൾക്ക് പ്രത്യേകിച്ച് കുറേ കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു പൊസിഷൻ. അപ്പോൾ 20 ലാപ്ടോപ്പ് നഷ്ടപ്പെട്ട സ്ഥലത്ത് ഞാൻ 30 ലാപ്ടോപ്പ് കൊടുത്തു. അപ്പോൾ ചെന്നപ്പോൾ ലാബ് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും ഗംഭീരം, ലൈബ്രറി നേരത്തേനേക്കാളും ഭംഗി. അപ്പോൾ കുറേ കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു സാഹചര്യത്തിലേക്ക് വന്നു. കുട്ടികൾക്ക് 5-6 നോട്ട്ബുക്കാണ് ഉണ്ടായിരുന്നത്. ഞാൻ മൈസൂരിലെ ഒരു കമ്പനിയിൽ നിന്ന് 9000 കുട്ടികൾ എൻ്റെ മണ്ഡലത്തിൽ ബാധിച്ചു. 1 ലക്ഷം നോട്ട് ബുക്കുകൾ കൊണ്ടുവന്ന് 10 നോട്ട് ബുക്കുകൾ വെച്ച് കൊടുത്തു. നേരത്തെ 5 നോട്ട് ബുക്ക് ഉണ്ടായിരുന്ന കുട്ടിയുടെ കയ്യിൽ 10 നോട്ട് ബുക്ക്. കുട്ടികളെയാണ് ആദ്യം അഡ്രസ്സ് ചെയ്തത്, പിന്നെ സ്ത്രീകളെ, പിന്നെ കർഷകരെ, പിന്നെ മത്സ്യത്തൊഴിലാളികളെ, പിന്നെ പറയുന്ന വ്യാപാരികളെ. 5000 തൊട്ട് 50,000 വരെ കൊടുത്തു. 1600 പേർക്ക് കൊടുത്തു. അപ്പം അതിലെന്നെ ഭയങ്കരമായിട്ട് എന്നെ സ്വാധീനിച്ചത് ഒരു സ്ത്രീയാണ്. എന്നോട് പറഞ്ഞു, എനിക്ക് ഒരു 5000 രൂപ തരണം. ഒരു പ്രായമായ സ്ത്രീയാണ്. ഞാൻ തിരിച്ചുതരാം. ഞാൻ എന്തിനാണ്? ഞാൻ ഈ പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അത് മുഴുവൻ പോയി, സാധനങ്ങളൊക്കെ പോയി. എനിക്ക് ഈ സാധനങ്ങളൊക്കെ മേടിച്ച്, ഇതിൻ്റെ സംഭവമൊക്കെ മേടിച്ച് ഇവരുടെ കൊച്ചുമകൻ സ്കൂളിൽ പോയി വന്നു കഴിഞ്ഞിട്ടാണ് കടകളിൽ കൊണ്ടുപോയി ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഡെയിലി ഒരു 600-700 രൂപ അവരിതിൽ നിന്ന് അവർക്ക് വരുമാനമുണ്ട്. അപ്പം ഞാൻ 5000 രൂപ അവർക്ക് കൊടുത്തു. അവരൊരു 3 ദിവസം കൊണ്ട് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ നന്നായിട്ട് ആ സെറ്റപ്പ് നടത്തി കുറച്ചുകൂടി. അപ്പം ഞാൻ പറഞ്ഞ് കുറച്ചുകൂടി പൈസ തരാം എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടി പൈസ കൊടുത്തു. അപ്പോൾ ഇവർ കണക്കെഴുതി വയ്ക്കുകയാണ്, എൻ്റെ നിന്ന് വാങ്ങിച്ച് എനിക്ക് തിരിച്ചു തന്നെ ഒന്ന് പറഞ്ഞു. എൻ്റെ പറഞ്ഞ് കുറേ കൂടി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി ഒരാളെ കൂടി ജോലിക്ക് വെച്ച് കുറച്ചുകൂടി ഇമ്പ്രൂവ്. ഞാൻ പറഞ്ഞു നേരത്തെ നടത്തിയിരുന്നതിനേക്കാൾ നന്നായി നടത്തണം, നമുക്ക് വാശിയാണ്, നമ്മളെയൊന്നും തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല എന്ന് പറഞ്ഞ് അവരോട് കാണാൻ വന്നപ്പോൾ സംസാരിച്ച് കണ്ണീന്നൊക്കെ വെള്ളമൊക്കെ വന്നു പോയി. അവരത് ഇമ്പ്രൂവ് ചെയ്ത് അവർ പറഞ്ഞു, ഇപ്പം എനിക്ക് 1000 രൂപയെ കൂടുതൽ, 1000-1100 രൂപ ഇപ്പം എനിക്കൊരു വരുമാനമുണ്ട്. സാറ് തന്ന പൈസ, ആദ്യം തന്ന 5000 രൂപയും പിന്നെ തന്ന 3000 രൂപയും തിരിച്ചു തരാൻ വേണ്ടിയിട്ട് 8000 രൂപയായിട്ട് 3 മാസത്തിന് എൻ്റെ ഓഫീസിലാണ്. ഞാൻ വാങ്ങിച്ചില്ല. അവർ ഭയങ്കര വാശി പിടിച്ചു, വാങ്ങിച്ചില്ല. ഞാൻ പറഞ്ഞു അതല്ല, അത് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് തന്നതല്ല, അതൊരു ഗവൺമെൻറ്റിൻ്റെയാണ് മറ്റാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ നുണയൊക്കെ പറഞ്ഞ് ഞാൻ ചെയ്തു. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചാൽ അതൊരു സിംഗിൾ കേസാണ്, എൻ്റെ മുമ്പിൽ വന്നുപെട്ട കേസാണ്. ഞാൻ ശ്രദ്ധിച്ചായിട്ട് എൻ്റെ മിടുക്കായിട്ടല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ സൂക്ഷ്മതയോടുകൂടി ഓരോരുത്തരുടെയും ജീവിതത്തെ നമ്മൾ നോക്കിക്കണ്ടാൽ, എന്നിട്ടത് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ റീഹാബിലിറ്റേഷൻ പ്ലാൻ എന്ന് പറയുന്നത് ഓരോ കുടുംബത്തിനും വേണ്ടിയിട്ടുള്ള പ്ലാനാണ്. അവർക്കൊരു വീടുണ്ടാകണം, അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റണം, ജീവിക്കാൻ ആ കുടുംബത്തെ പോറ്റിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം വേണം. ഇപ്പം പെട്ടെന്ന് ക്യാമ്പുകളുണ്ടാവും, ക്യാമ്പുകളിൽ ഭക്ഷണം കൊടുക്കും, ഹെൽത്ത് ആക്ടിവിറ്റീസ് നടക്കും, ട്രോമ ഉണ്ടാവും. ഇപ്പം ഞാൻ ഒരു കുഞ്ഞിനെ ചെന്ന് ഇങ്ങനെ കൈ തൊട്ട് ആശുപത്രിയിൽ 4 വയസ്സുള്ള കുട്ടിയാണ്, ചാടി എഴുന്നേറ്റ് എന്നെ എടുക്കാൻ പറഞ്ഞു. ഞാൻ എടുത്തിട്ട് എൻ്റെ പോക്കറ്റിലൊക്കെ കഴിച്ച് തപ്പി. കുറച്ച് കഴിഞ്ഞിട്ട് നിന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ബട്ടൺസ് ഊരാൻ തുടങ്ങി. പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. ആ കുട്ടി മെൻ്റൽ ട്രോമയില്ല. അതിൻ്റെ 2 സിസ്റ്റേഴ്സ്, മൂത്ത സിസ്റ്റേഴ്സ് പോയി, വാപ്പ പോയി, ഗ്രാൻഡ് പാരൻസ് പോയി. 7 പേരുണ്ടായിരുന്ന വീട്ടിൽ പരിക്ക് പറ്റി കിടക്കുന്ന ഉമ്മയും കുട്ടിയും മാത്രം. കുട്ടി സത്യത്തിൽ വന്നത് വാപ്പ വീട്ടിലേക്ക് വന്നെന്ന് വിചാരിച്ചിട്ടാണ് എന്നെ എടുത്ത്. പിറ്റേ ദിവസമാണ് ബന്ധു പറഞ്ഞു. അപ്പം അത് വന്നു കഴിഞ്ഞാൽ പോക്കറ്റിൽ കൈയിടും. അപ്പം എൻ്റെ ഒരു പേന എടുത്ത് ഇങ്ങനെ എടുത്ത് പുള്ളിക്കാരൻ്റെ ബട്ടൺസ് അയച്ചു കൊടുക്കും എന്ന് പറയുന്നത്. സംഭവം നമുക്ക് സഹിക്കാൻ പറ്റാത്ത സങ്കടവും വേദനയുമാണ്. ഇതെല്ലാം കഴിഞ്ഞ് പോകുമ്പോഴാണ് ഒരാൾ വന്ന് പറഞ്ഞ്, ഞാൻ കണ്ണൂരിലായിരുന്നു അപകടം ഉണ്ടാകും, വീട്ടിലുണ്ടായിരുന്ന 9 പേരും പോയത്, 11 പേര് പോയവരുണ്ട്. ഇങ്ങനെ മനുഷ്യൻ്റെ ദുഃഖവും സങ്കടവും വിഷമവും പ്രയാസവും ആദ്യം നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ശ്രമം, കൂട്ടായ ശ്രമം. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ സ്വാർത്ഥപ്രസംഗത്തിൽ പറഞ്ഞില്ല, ഇത് കണ്ട് ഇതിൻ്റെ സങ്കടങ്ങൾ നമ്മൾ നമ്മൾ എന്തിനാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ? പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം ജീവകാരുണ്യ പ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവും അല്ലേ, സാമൂഹ്യ സേവനം എല്ലാമാണ്. മറ്റുള്ളവൻ്റെ കണ്ണീര് തുടയ്ക്കാൻ, അവൻ്റെ സങ്കടങ്ങൾ മാറ്റാൻ, അവൻ്റെ ജീവിത നിലവാരം ഉയർത്താൻ നമ്മൾ നടത്തുന്ന കഠിനമായ പ്രയത്നത്തിൻ്റെ പേരാണ് രാഷ്ട്രീയ പ്രവർത്തനം. അല്ലാതെ ആളുകളെ ചീത്ത വിളിക്കാനും ബഹളം ഉണ്ടാക്കാനും എപ്പോഴും വിവാദം ഉണ്ടാക്കാനും ഉള്ളതല്ലല്ലോ. അല്ലാതെയും നമുക്ക് രാഷ്ട്രീയം നമുക്ക് കൂട്ടായി നിന്നുകൊണ്ട് യോജിച്ച് നിന്നുകൊണ്ട് നമുക്ക് പുതിയ ആശയങ്ങൾ ചെയ്തു. ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ്റിന് കോംപ്രഹെൻസീവ് ആയിട്ടുള്ളൊരു റീഹാബിലിറ്റേഷൻ പ്രോജക്റ്റ് നമ്മൾ കൊടുക്കും.
അവർ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ അവരെ കൊണ്ടുവരണം. കേരളം ഒരു മോഡലായി, രാജ്യത്തിന് മോഡലായി, ലോകത്തിന് മോഡലായി വരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനി എന്നിട്ട് അടുത്ത ദുരന്തം വരുമ്പോൾ അടുത്ത റീഹാബിലിറ്റേഷൻ പ്ലാൻ എന്ന് പറഞ്ഞിരിക്കാതെ ദുരന്തങ്ങളെ ലഘൂകരിക്കാൻ, ദുരന്തത്തിൻ്റെ ആഘാതങ്ങളെ ലഘൂകരിക്കാനുള്ള മുഴുവൻ അത് ഇമ്മീഡിയറ്റ് സൈമൾട്ടേനിയസ് ആയിട്ട് ഇതോടൊപ്പം തന്നെ ചെയ്തു പോയാൽ നമുക്ക് ഇതിനെ അതിജീവിക്കാൻ കഴിയും. മനുഷ്യ ഇതിനേക്കാൾ എത്രയും വലിയ പ്രതിസന്ധികളെ ലോകത്ത് അതിജീവിച്ചിട്ടുണ്ട്. മഹാമാരികളെ, അല്ലേ, മഹായുദ്ധങ്ങളെ, എല്ലാത്തിനെയും പ്രകൃതി ദുരന്തങ്ങളെ എല്ലാം മറികടന്നല്ലേ മനുഷ്യൻ്റെ അറിവും. നമ്മളൊരു നോളജ് സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. ഈ നോളജ് സൊസൈറ്റിയിലാണ് ജീവിക്കുന്നതെന്ന് മൈക്ക് കൂടി പറഞ്ഞാൽ മതിയാ. ആ നോളജ് സൊസൈറ്റിയിൽ ഉണ്ടായിരിക്കുന്ന മനുഷ്യൻ്റെ അറിവ്, മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങൾ, മനുഷ്യൻ്റെ ഗവേഷണം, അതൊക്കെ ഏതെങ്കിലും പരീക്ഷണശാലകളിലോ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിക്ക് അകത്തോ വയ്ക്കാനുള്ളതാണോ? അത് ജനജീവിതത്തിലേക്ക്, ആ പരീക്ഷണങ്ങളുടെയും ഗവേഷണങ്ങളുടെയും ബലം ജനജീവിതത്തിൽ, സാധാരണ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യിക്കാൻ നമുക്ക് പറ്റണം. അതാണ് ഗവേണൻസ്, ഗുഡ് ഗവേണൻസ്. ഗുഡ് ഗവേണൻസ് എന്ന് പറയുന്നത് ഗവൺമെന്റ് മാത്രം ചെയ്യുന്നതല്ല, എല്ലാവരും കൂടി ചെന്ന് ചെയ്യുന്നതാണ്. ഇത്തരം നിർണായകമായ ഘട്ടങ്ങൾ ഉണ്ടാവും. പിന്നെ വേറൊരു ചോദ്യമുണ്ട്, നമുക്ക് വേറൊരു അവസരത്തിൽ പറയാം. വി ഹാവ് ഓൾട്ടർനേറ്റീവ്സ്. കേരളം, വി ആർ ഗോയിങ് ത്രൂ എ ഫിസിക്കൽ ക്രൈസിസ്, ഒരു സംശയമില്ല. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കേരളം പോവുകയാണ്. പരിഹരിക്കാൻ നമ്മളൊരു ചോദ്യം, ഞാനാണ് ഏറ്റവും കൂടുതൽ അത് പറഞ്ഞിട്ടുള്ളത്, സാമ്പത്തിക പ്രതിസന്ധിയുടെ ചിത്രം. ശരി, നിങ്ങൾക്ക് എന്താ ഓൾട്ടർനേറ്റീവ് ഉണ്ട്? യെസ്, നമുക്ക് ഓൾട്ടർനേറ്റീവ് ഉണ്ട്. കേരളത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ നമ്മളിത് ഒരു കുടുംബത്തിലെ കാര്യം പോലെ എടുത്താൽ മതി. വരവ് കുറവ്, ചെലവ് കൂടുതൽ. എന്തായിരിക്കും സംഭവിക്കാൻ പോണ? കടക്കെണിയിൽ, കടത്തിന്മേൽ നിന്ന് കടം കയറി വല്ലാത്ത സ്ഥിതിയിലേക്ക്. കടമൊക്കെ ആവാം. അപ്പം എനിക്ക് കടമുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും കടമുണ്ടാവും, വലിയ ബിസിനസ്സുകാർക്ക് വരെ കടമുണ്ടാവും, അല്ലേ? നമ്മൾ കടമൊക്കെ ഉണ്ടാവും. പക്ഷെ കടം മാനേജ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കൺട്രോളിലുള്ള കടമായിരിക്കണം. ഫാമിലിക്കാണെങ്കിലും ഗവൺമെന്റിനാണെങ്കിലും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണെങ്കിലും പ്രൈവറ്റ് ബിസിനസ്സിനാണെങ്കിലും നിങ്ങളുടെ കൺട്രോളിലായിരിക്കണം കടം. വരുമാനം വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങളുണ്ട്, നോ ഡൗട്ട്. ആവശ്യമില്ലാത്ത ചെലവുകൾ കുറയ്ക്കണം. വീട്ടിലൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴല്ലല്ലോ ആഘോഷം നടത്താം. നമുക്ക് ആഘോഷം നടത്താതിരിക്കണ്ട. ഇപ്പോൾ വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ട്, സാമ്പത്തിക പ്രതിസന്ധി, കൊച്ചിൻ്റെ ബർത്ത്ഡേ ഒരു 500 പേരെ നടത്തിയിട്ട് കാലിക്കറ്റിൽ ഏറ്റവും നല്ല ഒരു ഹോട്ടലിൽ കൊണ്ട് നടത്തുമോ? കടം കയറി മുടിഞ്ഞിരിക്കുകയാണ്, നടത്താമോ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഒരു കേക്ക് മേടിച്ച് കൊച്ചിനെ സന്തോഷിപ്പിച്ച്, കൊച്ചിൻ്റെ വേണമെങ്കിൽ 3-4 ഫ്രണ്ട്സിനെയും കൂടി വിളിച്ച്, വീട്ടുകാരെല്ലാവരും കൂടി കൂടിയിട്ട് ഒരു നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒരു 5 ലക്ഷം രൂപയ്ക്ക് നടത്തേണ്ട ബർത്ത്ഡേ ഒരു 500 രൂപയ്ക്കോ അല്ലെങ്കിൽ 1000 രൂപയ്ക്കോ ബർത്ത്ഡേ വീട്ടിൽ ആഘോഷിക്കണം. അത് വീട്ടുകാരെ അത് ചെയ്യണം. ഇല്ലെങ്കിൽ പിന്നെന്താ, കുറേ കഴിയുമ്പോൾ കടം കൂടി കഴിയുമ്പോൾ കടം മേടിച്ചവൻ വീട്ടിൽ വരും. അവൻ സ്ത്രീകളെ നോക്കി ദ്വയാർത്ഥത്തിൽ സംസാരിക്കും. അപ്പോൾ അഭിമാനം ക്ഷണപ്പെടും, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? ഒന്നുകിൽ ഐസ്ക്രീം മേടിച്ചുകൊണ്ട് വരും, വിഷം കലർത്തി പിള്ളേർക്കും കൊടുക്കും, വീട്ടുകാരും കഴിക്കും, എല്ലാവരും കൂടി കൂട്ടാത്മഹത്യ. അല്ലെങ്കിൽ പിള്ളേരെ എടുത്ത് കിണറ്റിലിടും, എന്നിട്ട് ഇവർ കൂടി എടുത്ത് കിണറ്റി ചാടും, കൂട്ടാത്മഹത്യ. അത് ഒരു ഫാമിലിക്ക് മാത്രമല്ല, അതൊരു ഗവൺമെന്റിനും ഒരു സ്ഥാപനത്തിനും എല്ലാവർക്കും വരും. അപ്പോൾ അത് നിയന്ത്രിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ആവശ്യമില്ലാത്ത ചെലവുകൾ ചുരുക്കുക, ആർഭാടം കാണിക്കേണ്ട സമയമല്ല, വരുമാനം വർദ്ധിപ്പിക്കുക. അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. മറ്റൊരു അവസരത്തിൽ അത് നമുക്ക് വളരെ വിശദമായി അത് തന്നെ നമുക്ക് സംസാരിക്കാം എന്നും മാത്രം പറഞ്ഞുകൊണ്ട് പറയാൻ പാടില്ല, സംസാരിക്കുന്നത്. ഞാൻ വളരെ സന്തോഷത്തോടുകൂടി ഞാൻ ഇത്രയും സമയം എടുക്കാൻ പാടില്ല. ഇത്രയും പേര് എൻ്റെ സ്നേഹിതസി ആവുമ്പോൾ തേവർക്ക് പോലൊക്കെ ഇരിക്കുക. ഇവർ രണ്ടുപേരും കൂടി എന്നെ പ്രകോപിച്ചാണ്. അങ്ങനെയാണ് ഞാൻ ഇത്രയും സംസാരിക്കുന്നത്. കൂടുതൽ സമയമെടുത്തെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സെമിനാർ ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വേദിയിലിരിക്കുന്നവരോടും നിങ്ങളോട് പറയുന്നത്, എനിക്ക് വയനാട്ടിലെത്തിയിട്ട് അവിടെ ഒരു മീറ്റിങ്ങിൽ കൂടി പങ്കെടുക്കേണ്ട, പോകാൻ കൂടി അനുവദിക്കണം.